ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഈസ്റ്റർ അല്ലേ, രാവിലെ പാലപ്പവും ബീഫ് കുറുമയാണ് ഉണ്ടാക്കുന്നത്. ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. അതോടൊപ്പം തന്നെ തേങ്ങാപ്പാലും സെറ്റാക്കി വെച്ചു. കുക്കറാണ് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അതിലേക്ക് സവോള, ഇഞ്ചി, പച്ചമുളക് എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നു. ഈ വഴണ്ടു വന്ന സവോള, ഇഞ്ചി, പച്ചമുളകിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇടുന്നു. അതോടൊപ്പം തന്നെ ഈ കുറുമയ്ക്ക് അധികം പൊടിവർഗ്ഗങ്ങളൊന്നും ആവശ്യമില്ല. കുരുമുളകും തേങ്ങാപ്പാലും കറുകപ്പട്ട, പെരുംജീരകം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ. എങ്കിലും ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂൺ മീറ്റ് മസാല ഇവയൊക്കെ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെരുംജീരകം, കറുകപ്പട്ട, ഗ്രാമ്പു എന്നിവയെല്ലാം ഒന്ന് ചതച്ചെടുത്തതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടുകൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 1-ാം പാല് 2-ാം പാല് ഒന്നൊന്നും പറഞ്ഞല്ല, ഞാൻ ഒറ്റയായിട്ടുള്ള പാലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പകുതി ഇപ്പോൾ ചേർക്കും, പകുതി ഇത് റെഡി ആയതിന് ശേഷവും ചേർക്കും. അപ്പം ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ കുറച്ച് ഭാഗം ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുക്കർ ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് നന്നായി വേവിക്കുക. ബാക്കി തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യമുണ്ട്. ഇത് വെന്തതിന് ശേഷം ആവശ്യമായ സാധനങ്ങൾ അരച്ച് ചേർത്തതിന് ശേഷം ഈ തേങ്ങാപ്പാലൂടെ ഒഴിച്ചാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇത്രയും നമ്മൾ ആഡ് ചെയ്തു. പൊടികളൊക്കെ ചേർത്ത് ബീഫ് റെഡി വെച്ച് അതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിൽ ഒരു ഉരുളക്കിഴങ്ങ് കൂടി വേവാനായിട്ട് അടുപ്പിൽ വെക്കുക. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടത്തിൽ, നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നട്ട്സ്, കശുവണ്ടിയും കൂടി, ഞാൻ കശുവണ്ടി കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാഞ്ഞതാണ്. അതും ആ ഉരുളക്കിഴങ്ങും വെന്ത ഉരുളക്കിഴങ്ങും കൂടി നന്നായി അരച്ചെടുത്ത ഒരു മിക്സ്, ഇങ്ങനെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. കശുവണ്ടിയും ആ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങൂടെ എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച ആ ബീഫിലേക്ക് ഇതുകൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് കണ്ടോ, നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകും കേട്ടോ. കശുവണ്ടിയും ഉരുളക്കിഴങ്ങുമാണ് നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കുറുകും. ഇത് കുറുകി വരുമ്പോഴത്തേനും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായി ഇളക്കി കഴിയുമ്പം ഒരു തിള വരുമ്പോഴത്തേനും അത് കുറുകും. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോഴത്തേനും മറ്റൊരു ചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുകിട്ട്